എടാ, നീ ആ പാവം പെൺകൊച്ചിനെയാണോ പേടിപ്പിച്ചത്? വെറുതെ അല്ലേ ആ മോളിങ്ങോട്ട് വരാത്തെ. നിന്നെ പേടിച്ച് തന്നെയാവും. ആ മോളെ ഞാനിന്ന് പേടിപ്പിച്ചു പോരെ? ഞാനല്ലേ നിങ്ങളെ മോന്. എന്നിട്ട് സ്നേഹം മുഴുവൻ ആ തലതെറിച്ച് പെണ്ണിനോടോ? അയ്യോ, ഒരു മോള് വന്നിരിക്കുന്നു. നീ എപ്പോഴാണ് എത്ര വൃത്തികെട്ടവനായത്? അത് തന്നെയല്ലേ ഞാനും നിങ്ങളോട് ചോദിച്ചത്. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല, സമ്മതിച്ചപ്പോൾ വിശ്വസിക്കാനും പറ്റുന്നില്ല. നിങ്ങളോട് സംസാരിച്ചാൽ മിക്കവാറും എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ പോവാ. പിന്നെ വീട്ടിലിത് എഴുന്നേൽച്ചേക്കരുത്. ആ ഇത്തവന്റെ മോളെന്റെ അടുത്തേക്ക് വിടില്ല. ഈ നാരെയാണ് അവ കാടി കണ്ടത്. ആ കലിപ്പെല്ലാം ഞാൻ ഡ്രൈവിങ്ങിൽ തീർത്ത് വിട്ടു. എല്ലാം കൂടി സമാധാനം പോയെന്ന് പറഞ്ഞാൽ മതി. അജു, ഈ പീരിനെ എന്നെ പറഞ്ഞ എന്താ? ഫുഡ് കഴിക്കുമ്പോൾ അനുമോള് ചോദിക്കുന്നത് കേട്ട് നമ്മൾ ഞെട്ടി ഉപ്പച്ചിയെ നോക്കി. ഉപ്പച്ചിയാണെങ്കിൽ എന്നേക്കാൾ വലിയ ഷോക്ക് അടിച്ചിരിക്കുക. എന്നാലും ഇവിടുന്ന് എങ്ങനെ അറിഞ്ഞു? പടച്ചോനെ, ബാക്കിയുള്ള സമാധാനം കൂടി നാട് വിട്ടല്ലോ. നീ എവിടുന്നാ ഇതൊക്കെ അറിഞ്ഞത്? അത് പിന്നെ TV കാണിച്ചു. പിന്നെ കേസ് പറ്റി അറസ്റ്റ് ചെയ്തു. അതാ ഞാൻ. പുല്ല്, എവിടെ പോയാലും ഈ പീഡിനാണല്ലോ. ഉപ്പച്ചി നന്നായി ചോദിച്ച് പരിവാവുന്നുണ്ട്. ഓപ്പ്, ഒരു ഒറ്റത്തി കാരണം ഇന്നെന്റെ മാനം വരെ കപ്പൽ കയറിയത്. അതില്ലേ, നിന്റെ ഉപ്പപ്പാനോട് ചോദിച്ചാൽ മതി. മൂപ്പർക്ക് നന്നായിട്ട് അറിയാം അതിനെപ്പറ്റി. ആനു പോ. എന്നേക്കാൾ നന്നായിട്ട് ഇവനറിയാം മോളെ. ഇവനെന്ന് അതിന്റെ ഡിഗ്രി എടുത്തേ ഉള്ളൂ. ഉപ്പച്ചി എനിക്കിട്ട് നന്നായിട്ട് താങ്ങിയതും നമ്മളാകെ സാസിയായി ഉപ്പച്ചിയെ നോക്കി പല്ല് കടിച്ചു. പിന്നെയും അനുമോൾ കൂടുതൽ ചോദ്യത്തിലേക്ക് കടക്കാനുള്ള പ്ലാൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നിനും നിന്നില്ല. കൂടുതൽ കേൾക്കാനുള്ള ശക്തി ഇല്ലാതെ കൊണ്ട് അപ്പം തന്നെ തീറ്റയെ നിർത്തി മുറിയിൽ ചെന്ന് കിടന്നു. എന്തെങ്കിലും എൻ്റെ കൈ കിട്ടും, അന്ന് ഞാൻ കാണിച്ചാൽ അതിനുള്ളതൊക്കെ. അയ്യോ, എന്നെ കൊല്ലല്ലേ! ഞാൻ സ്വപ്നം കണ്ട് പേടിച്ച് എഴുന്നേറ്റ് ചുറ്റും നോക്കി. നല്ലൊരു സ്വപ്നമായിരുന്നു. അതിനിടയ്ക്ക് ആ കോപ്പ് വന്ന് എന്നെ മാലിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. ഈ വൈകിട്ട് കാണുന്ന സ്വപ്നം ഫലിക്കും എന്തോ. ഇനി ഉറങ്ങണോ വേണ്ടയോ എന്ന ചിന്തയിലാണ് ഞാനിപ്പോൾ. വലതും കടിച്ചിട്ട് വന്ന് കിടക്കാം. ഞാൻ താഴേക്ക് ചെന്നതും ദേവരും നമിക്കാം. ആള് കലിപ്പിലാണല്ലോ പഠിച്ചോനെ. ഞാൻ അങ്ങേരെ നോക്കി ഒരു വലിച്ചിടി കൊടുത്തു. നീ വാ തുറന്ന കള്ളം മാത്രമേ പറയൂല്ലേ. ചുമ്മാതെ പോയവനെ ചൊറിഞ്ഞ് തല്ല് വാങ്ങി വന്നിട്ട് അവൻ പീഡിപ്പിച്ചു വന്ന്. അവന്റെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിലും നിന്റെ തലമുറ തല്ലി പൊളിച്ചേനെ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഈ ആമിയ പറഞ്ഞത് അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന്. നിന്നെ പീഡിപ്പിച്ചത് നീയല്ലേ അറിയേണ്ടത്, അവളാണോ? ഞാൻ അറിയില്ല. അല്ല അമിക, ഈ പീഡെന്ന് വെച്ചാൽ എന്താ? എല്ലാരും പറയുന്ന കേൾക്കാം. എന്താ അത് സംഭവം? അത് സംഭവം പുള്ളിക്കും അറിയില്ലെന്ന് തോന്നുന്നു. അമ്മാതിരി പരങ്ങിക്കളിയാ. ഞാനേ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു തരാമേ. അതും പറഞ്ഞ് ഞാൻ ഫോൺ ഓണാക്കുമ്പോൾ തന്നെ അമിക തട്ടിപ്പറിച്ച് വാങ്ങി. സംശയം അപ്പൊ തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കോപ്പ് അതിനും വിടുന്നില്ല. നിന്റെ വളർച്ച കണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചതേ ഉള്ളൂ. ബുദ്ധി വളരാത്ത വിവരം ഞാൻ അറിഞ്ഞില്ല. ഇതിൽ അവനെയോ നിന്നെയോ എൻ്റെ പെങ്ങളെയോ കുറ്റം പറയാനാവില്ല. എന്തായാലും നിന്റെ സംശയം നീ കെട്ടിക്കഴിഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. വേണയിൽ നീ അന്ന് തന്നെ കെട്ടുന്ന ഹതഭാഗ്യനോട് ചോദിച്ചാൽ മതി. അവൻ വിശദമായിട്ട് പറഞ്ഞു തരും. ഉടനുണ്ടായ പെട്ടെന്ന് സംശയം തീർക്കാം. ഞാൻ അതും ചിന്തിച്ച് നടന്നു. ഫുഡ് കഴിക്കാൻ ഇരുന്നതും എല്ലാവരും എന്നെയാണ് നോട്ടം. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും എന്നെ എന്തിനാ അങ്ങനെ നോക്കുന്നേ? എന്നെ പീഡിപ്പിച്ചെന്ന് കരുതിയാണോ? എന്നെ ആരും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. മര്യാദക്ക് വരുന്ന കഴിച്ച് എണീറ്റ് പോകാൻ നോക്ക്. ഇനി പീഡനെന്ന വാക്ക് ഇവിടെ കേട്ടാലുണ്ടല്ലോ, നിന്നെ ഞാനാവും കൊല്ലുന്നത്. നമ്മളില്ലെന്ന് തോളുപൊക്കി കാണിച്ച് എല്ലാവരും കൂടി കഴിക്കാൻ തുടങ്ങി. ഇനി നീ ആ അജുവിന്റെ മുന്നിലെങ്ങാനും പോയാ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കേട്ടോടി? പിന്നെ അവനെ ഞാൻ അങ്ങനെ വെറുതെ ഒന്നും വിടില്ല. 2000 രൂപ ഒരു തല്ലുണ്ടേ. ഒന്ന് കൊടുക്കാനും ഒന്ന് വാങ്ങാനും. നേരെ മറിച്ചാവാതിരുന്നാ മതിയായിരുന്നു. ഇന്നാണ് അമ്മിയെ പെണ്ണ് കാണാൻ വരുന്നത്. ഓളെ വരെ കല്യാണമായി. എനിക്ക് എപ്പോണോ എന്തോ. ഞാൻ കണ്ണാടിക്ക് മുന്നിൽ നന്നായി ഒരുങ്ങി. എന്തിനാണെന്നറിയോ? അവളെ ഒരുക്കൊന്നുമില്ലാതെ ആ ജാടയെ ഓർത്തിരിക്കുക. വരാനുള്ള മുതൽ സ്വന്തം നാട്ടിലല്ലേ, ഒന്നും മുഖം കാണിച്ചേക്കാം. അവൾക്ക് വേണ്ടാത്ത സ്ഥിതിക്ക് നമുക്ക് ആ ലോട്ടറി അടിച്ചാലോ? എടി, നിന്റെ പൗഡർ എവിടെ? അത് അവിടെ എവിടെയെങ്കിലും കാണും. അസൂയ അല്ലാണ്ടെന്താ? ഉള്ള സ്ഥലം പറഞ്ഞെന്നാ പുളിക്കോ? നമ്മൾ തപ്പെടുത്ത് നല്ലോണം മിനിങ്ങി നിന്നു. നിന്റെ ഒരുക്കം കണ്ടാ തോന്നുന്നു നിന്നെയാണ് പെണ്ണ് കാണാൻ വരുന്നതെന്ന്. നിനക്ക് വരുന്ന ചെക്കനെ വേണ്ടല്ലോ, പിന്നെന്താ? പാവം, അവന് സങ്കടമായാലോ. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ചെക്കനെ അടിച്ചു മാറ്റാനൊന്നുമല്ല. പിന്നെ എനിക്കൊന്നും വേണ്ട ചെക്കനെ. നാട്ടിലായിട്ട് എന്നെ നോക്കാത്ത ആ കോപ്പിനെന്തിന് എനിക്ക്? ശരിക്കും നിന്റെ ഉദ്ദേശം എന്താ? അങ്ങനെയൊന്നുമില്ല. ആ ചെക്കനൊരു പാഠം പഠിപ്പിക്കണം, അത്രേ ഉള്ളൂ. പഠിച്ചത് തന്നെ. ഇന്നലെ പഠിച്ച പാടൊന്നും പോരെ നിനക്ക്? ഇന്ന് വേറെ വല്ലതും വാങ്ങി കൂട്ടുവോ? അവനെ എന്നെന്ത് പഠിപ്പിക്കാൻ? എല്ലാവരും ഒരുങ്ങുന്നതും ഞാൻ കിച്ചണിൽ ചെന്ന് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അവറ്റകൾ ബാക്കി വെച്ചില്ലെങ്കിൽ നഷ്ടാവുമല്ലോ. കയ്യും കഴുകി ഞാൻ അവളുടെ കൂടെ ചെന്നിരുന്നു. അവളാണെങ്കിൽ നഖവും കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പെണ്ണ് കാണാൻ വരുമ്പോ ഇങ്ങനെയൊക്കെ നടക്കണല്ലേ.
കാറിന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ താഴേക്ക് ഓടി ഞാൻ. ആദ്യം കാണണ്ടേ. പടച്ചോനെ, ഇത് അവനല്ലേ എന്റെ ബാപ്പജി. ഇങ്ങക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഇതിനെയാണ് കാലത്ത് തന്നെ ഒരുങ്ങി നിന്നത്. എല്ലാ പ്രതീക്ഷയും പോയി. നമ്മൾ വേഗം അകത്തേക്ക് തന്നെ കയറി ഓടി. ഡീ, ചെക്കൻ വന്നു, നീ താഴേക്ക് പോയിക്കോ, അല്ലെങ്കിലേ അവർക്ക് ഇങ്ങോട്ട് വരും. അപ്പൊ നീയോ? നീ കണ്ടോ ചെക്കനെ? ആ കണ്ടു, ഒരു മണകുണാഞ്ചൻ. വെറുതെ ഒന്ന് കാണാനല്ലേ, നീ ചെന്ന് നിന്നേക്ക്. സമയമാവുമ്പോ നീ നൗഫിന്റെ കൂടെ പോയിക്കോ. ആരെന്ത് പറഞ്ഞാലും ഇവന് വേണ്ടെന്ന് പറയാവൂ, കേട്ടല്ലോ? ഇങ്ങനെയൊന്നല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. ഏയ്, ഞാനങ്ങനെ പലതും പറയും. നിനക്ക് ആ നൗഫിയെ വേണമെങ്കിൽ മാത്രം. ഇവനെങ്ങാനും ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒളിച്ച് നടക്കേണ്ടി വരും. നൗഫിക്കൊന്നും പിന്നെ നമ്മളെ പറ്റി വലിയ അറിവൊന്നുമില്ലല്ലോ. പടച്ചോനെ, ഈ കെട്ട് മുടക്കേണ്ടത് ഇപ്പോ അവളേക്കാൾ ആവശ്യം എന്റെയാണല്ലോ. അവള് പോയത് ഞാൻ നഖവും കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എവിടെ പോയാലും കുരിശാണല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാനെന്തിനാ പേടിക്കുന്നേ? അവൻ അത്രക്ക് മോശമൊന്നുമല്ലല്ലോ. ഒളിഞ്ഞു നോക്കി നോക്കി കഴുത്തുടഞ്ഞു. അവര് പോകുന്നത് കണ്ടപ്പോൾ ആ ശ്വാസം നേരെ വീണത്. എന്നാൽ ഈ തെണ്ടിയാണോ കുറച്ച് ദിവസമായിട്ട് എന്റെ ഉറക്കം കളഞ്ഞ ചെക്കൻ? ആ ഓർക്കൊക്കെ ഇനി ഉറങ്ങി തീർക്കണം. ഇവനൊക്കെ വേണ്ടി ആരെങ്കിലും ഉറക്കം കളിയോ? വലിയ നാണക്കായിട്ട് അമ്മിക്കുട്ടി വന്നത്. ഇനി ഞാൻ ഓഫിക്കാനെ തേച്ചോ പഠിച്ചോനെ? നിനക്കെന്താടി അവനെ കണ്ടപ്പോ ഒരു ഇളക്കം? ഒന്ന് പോടി. നീ ഇന്ന് രാത്രി എനിക്ക് നോഫിക്കാനെ വിളിച്ചു തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ മിക്കവാറും കൊല്ലും. അത്രേ ഉള്ളൂ, ഞാൻ വിളിച്ചിരിക്കും. ഇപ്പൊ വന്ന കുരിശിനോട് ഒരു കണക്ക് തീർക്കാനുണ്ട്. അതിങ്ങനെ ആവട്ടെ. അവൾ പോയപ്പോ തന്നെ നമ്മൾ ഫോണെടുത്ത് ഷെമിയെ വിളിച്ചു. ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് കരുതി നിന്നതാ. ഇതിപ്പോ എന്റെ ആവശ്യമല്ലേ. ഷെമി, നീ അറിഞ്ഞോ? ഞാൻ പെട്ടു. നീ വേണം ഒരു ഐഡിയ പറഞ്ഞു തരാൻ. നിനക്കല്ലേ കുരുട്ടുബുദ്ധി കൂടുതൽ. അപ്പോ എന്റെ ഐഡിയ ഒന്നും വേണ്ടി വരില്ല. ഇവളൊക്കെ വിളിക്കാന്ന് നീ എന്നെ വേണം പറയാൻ. എടി, ഇതെന്റെ കുരുട്ടുബുദ്ധിയിലൊന്നും ഒതുങ്ങില്ല. നിന്റെ ബുദ്ധി ആവശ്യമുണ്ട്. ഓ, ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. അത് മതി. ഞാൻ അങ്ങനെ പറഞ്ഞോ? എനിക്കുള്ള ബുദ്ധി പോലും അടിച്ചു പോയത് ഇവളെ കൂടെ നടന്നോണ്ടാ. അന്നൊരുത്തന്നെ നമ്മൾ ചെടിയിൽ തള്ളിയിട്ട് നീ മറന്നോ? അവനാടി നമ്മയെ പെണ്ണുകാണാൻ വന്നത്. ഞാൻ ഒളിച്ചു നിന്നടി, അല്ലെങ്കിൽ അവൻ ഇവിടെ എന്നെ നാറ്റിക്കും. വേറെ ആർക്കില്ലേലും മൂത്താപ്പാക്ക് എന്നെ ഒരു നിലയും വിലയുണ്ടടി. അല്ല, അതിന് നമ്മൾ ചെളിയിൽ തള്ളിയിട്ടത് ഒന്നിനെയും രണ്ടിനെയോ ഒന്നല്ലല്ലോ. അതിലേതാ ഇവൻ? എടി, ഒരിക്കലും നമ്മളെ ചാതെറിപ്പിച്ച് പോയവന് പിന്നെ നമ്മൾ അവൻ വെള്ളച്ചാട്ടിട്ട് വരുമ്പോ ചെളിയിൽ വീഴ്ത്തിയില്ലേ, അവൻ. ഓ, അവനോ? അവൻ ഇനി എങ്ങനെ കണ്ട കൊല്ലുന്നല്ല പറഞ്ഞത്? കാണുന്ന എല്ലാവരും കൊല്ലുന്ന പറയുന്നേ. ആരെ കൈകൊണ്ടാവും അന്ത്യം? ആരായാലും നിന്നെ തല്ലി കൊല്ലും, അത് ഉറപ്പല്ലേ? അതിനു മുന്നേ നിന്നെ ഞാൻ കൊല്ലും. ഇനി ഒരു ഐഡിയ പറഞ്ഞതാടി. ഒരു കല്യാണം മുടക്കുന്നത് നിസ്സാരല്ലേ മോളെ? ചെക്കൻ്റെ നമ്പർ അടിച്ചു മാറ്റി അതിലേക്ക് വിളിച്ച് പെണ്ണിന് ലൈനിലുണ്ടെന്ന് പറഞ്ഞാൽ പോരെ? പിന്നെ ചെക്കനെ മാശിയിട്ട് നോക്കിയാൽ കാണില്ല. നിനക്ക് ഇത്രക്ക് ബുദ്ധിയൊക്കെ ഉണ്ടോടി? പിന്നെ അല്ലാതെ, നിന്റെ കൂടെ നടന്ന മുതലാ എല്ലാം അടിച്ചു പോയത്. ഇത് എന്റെ ഡയലോഗല്ലേ? കുരിപ്പ് ഞാൻ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്നുണ്ടല്ലോ. ബാപ്പച്ചിയുടെ ഫോണിൽ ലെവന്റെ നമ്പർ കാണും, അടിച്ചു മാറ്റാം. അവൻ അന്ന് വിളിക്കാൻ പറ്റാത്ത 2 തെറി കൂടി വേണമെങ്കിൽ വിളിക്കാം. ഞാൻ താഴേക്ക് ഒന്ന് കറങ്ങി ബാപ്പച്ചിയുടെ ഫോൺ കണ്ടതും ഞാൻ കയ്യിലാക്കി. ലെവന്റെ പേരെന്താ പഠിച്ചോനെ? അത് ആമിക്കറിയായിരിക്കൂല്ലേ? ഡീ, ചെക്കന്റെ പേരെന്താ? ആ, എനിക്കറിയില്ല. ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആരോട് ചോദിച്ചില്ല. നമ്പർ എടുക്കാൻ ആവശ്യമല്ലേ? പിന്നെ അങ്ങനെ ആരാന്ന് ചോദിച്ചാൽ ഫോൺ ചെയ്യുന്നേ? ഇതിനൊക്കെ ആദ്യം പേരാ വേണ്ടത്. അവള് കൈമലത്തി കാണിച്ചു. ഇപ്പൊ എനിക്കാണല്ലോ ആവശ്യം. എന്റെ ആത്മാർത്ഥത കണ്ട് അവൾ കൈയൊഴിഞ്ഞു. അല്ല ബാപ്പച്ചി, ഇന്ന് വന്ന ചെക്കന്റെ പേരെന്താ? ഞാൻ ബാപ്പച്ചിയുടെ അടുത്ത് വന്നിരുന്ന് സോപ്പിട്ടുകൊണ്ട് ചോദിച്ചു. നിനക്കെന്തിനാ അവന്റെ പേര്? ചുമ്മാ അറിയാൻ. ഷെമി പേര് ചോദിച്ചു. അതാ. അമിക ടിവിന്ന് കണ്ണു മാറ്റി എന്നെ ഒന്ന് നോക്കി. ആ പിശാച് കണ്ടുപിടിക്കുവോ? ഒടുക്കത്തെ ബുദ്ധിയാ. ആനസെന്നോ മറ്റോ ആണ്. അത് കേൾക്കേണ്ട താമസം ആ ഫോണിലുള്ള അനസിനെ നോക്കി. 5 ഉണ്ടല്ലോ പഠിച്ചോനെ, ഇതിലേതാ അനസ്? അല്ല ബാപ്പച്ചി, ആള് ഇനിഷ്യൽ എന്താ? അത് കേട്ടതും ബാപ്പച്ചിയും മമ്മിക്കയും പിന്നെ അടുക്കളയിൽ 2 പേരും എന്നെ നോക്കി. ഇനിഷ്യലല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനെന്തിനാ ഇങ്ങനെ നോക്കാൻ? നോട്ടം കണ്ടാത്തൊന്നും വേറെ വല്ലതും ആണെന്ന്. നിനക്കെന്തിനാടി അവന്റെ ഇനിഷ്യല്? അമിക്കാണ്. അവന്റെ വിചാരം എന്താണാവോ? എല്ലാത്തിനും കലിപ്പന്നെ. ഞാൻ പറഞ്ഞല്ലോ ഷെമിയോട് പറയാനാണെന്ന്. അപ്പൊ അവള് ചോദിച്ചാലോ എന്ന് കരുതിയാ? നാട്ടിലല്ലേ? എന്നാ പിന്നെ മോളൊരു പേനയും കടലാസും കൊണ്ടുപോവാ. മേൽവിലാസവും ഉപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഉപ്പൂപ്പാന്റെ വരെ പേര് ഞാൻ എഴുതിത്തരാം. ഓരോന്നോരോന്നായി ചോദിക്കണ്ടല്ലോ. ബാപ്പച്ചി, ആമിക്കൊള്ളോണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടു. അല്ലെങ്കിൽ നമ്പറല്ല, ഈ പറഞ്ഞ പോലെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചേനെ. അല്ല ബാപ്പച്ചി, ചെക്കന് പെണ്ണിനെ ഇഷ്ടായോ? ആയോണ്ടാണല്ലോ ഇങ്ങോട്ട് ആലോചന വന്നത്. ഞാൻ അമ്മിയെ ഒന്നുകൂടി നോക്കി. ഡീ, നീ വല്ലതും ചെയ്യടി, എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഡേയ്, വല്ലതും കഴിച്ചു പോയി ഉറങ്ങാൻ നോക്ക്.
നിനക്കെന്താ ഇപ്പൊ എല്ലാത്തിനും ഡൗട്ട്? ഞാൻ ഒരേ ഒരു സഹോദരിയല്ലേ, എനിക്കുണ്ടാവില്ല അതൊക്കെ അറിയാൻ ആഗ്രഹം. അങ്ങേരെ പൂച്ചിച്ച് കാണിച്ച് ഫുഡും കഴിച്ച് ഞാൻ മേലേക്ക് ചെന്നു.